ഒറിജിനൽ പായസാണ്, കലക്കിയതൊന്നുമല്ല, കളവ കലക്കിയതൊന്നുമല്ല. ഹലോ, ഹായ്, നമസ്കാരം. ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ വിത്ത് മീ അനില ശ്രീകുമാർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത പറയാനാണ്. അതായത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15 വർഷത്തിന് ശേഷം ഞാൻ ഏഷ്യാനെറ്റ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരാൻ പോവാണ്. യെസ്, മലയാളം സീരിയലിൽ പവിത്രം എന്നാണ് ഞങ്ങളുടെ സീരിയലിൻ്റെ പേര്. അത് ഏഷ്യാനെറ്റിലാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഡിസംബർ 16 മുതൽ രാത്രി 9 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒത്തിരി ആർട്ടിസ്റ്റുകൾ, ലൈക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവരുടെയൊക്കെ കാണുമ്പോഴും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അതിന് ഞാൻ ഭയങ്കര ത്രില്ഡാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടാം, മറ്റു ക്രൂസിനെയും എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം. സോ ഇതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണെന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ, ഇതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. ഒരു അടിപൊളി ഒരു തറവാടാണ് കേട്ടോ. ഒരു കുഞ്ഞു തറവാട്, 2 ഫാമിലീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലീനെ മാത്രമേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം ഞാൻ അവരുടെ കൂടെ മാത്രമല്ലേ കോമ്പിനേഷനുള്ളൂ. സോ നമുക്ക് അകത്തേക്ക് പോയി ഓരോരോ ആർട്ടിസ്റ്റുകളെയും പരിചയപ്പെടാം, ബാക്കിയുള്ള ക്രൂസിനെയും കാണാം. കമാ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് കമല എന്നാണ്. സുധാകരൻ മാഷിൻ്റെ ഭാര്യ. നമ്മുടെ ഈ സീരിയലിൽ, പവിത്രം എന്ന സീരിയലിൽ നായകൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. സോ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇനി ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നമ്മുടെ സീരിയലിലെ ഓരോരോ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് എൻ്റെ ക്യാരക്ടർ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി അടുത്തത് എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 16-17 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇതുവരെ പേരായിട്ട് അഭിനയിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം. നമുക്ക് നിങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ആളെ മനസ്സിലാവും. എന്തായാലും നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. കമോൺ. ഹായ്, നമസ്കാരം. അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയൊരു സീരിയലില് സ്റ്റാർട്ടിങ് ആണ്. നമ്മുടെ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരുപാട് സീരിയൽ അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഈ സീരിയലിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്, ക്യാരക്ടറും ഒക്കെ ആയിട്ട്? ഞാൻ സുധാകരൻ മാഷ്, ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് കമല. അപ്പോൾ അനില ശ്രീകുമാറിനെ തുടക്കം മുതലേ നായികയായിട്ട് അഭിനയിക്കുന്ന കാലം മുതലേ അറിയാം. പക്ഷേ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിൻ്റെ കഥ കാര്യങ്ങൾ ഒന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾ എല്ലാവരും കാണണം. കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ഭാര്യയോട് തന്നെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അപ്പോൾ എല്ലാം നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളെല്ലാവരും കാണണം. പവിത്രം എല്ലാ ഡിസംബർ 16 രാത്രി 9 മണിക്ക് ആരംഭിക്കുകയാണ്. എല്ലാവരും കാണണം, എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇനി അടുത്ത ആളെ പരിചയപ്പെടാവേ. ഇദ്ദേഹത്തെ പിന്നെ എല്ലാവർക്കും അറിയാലോ, സന്തോഷ് ശശിധരൻ. സന്തോഷ് ശശിധരൻ. നമ്മുടെ ക്യാരക്ടറെ കുറിച്ച് പറയാം. നമ്മുടെ പുതിയ സീരിയൽ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലെ ഓരോരുത്തർ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കുടുംബത്തിലെ മൂത്ത മകൻ, അതായത് എന്റെ മൂത്ത സന്താനം എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. മാഷിന്റെ മൂത്ത മകനാണ്. 2 അനിയന്മാരുണ്ട്. അതിൽ ഏറ്റവും വലിയ അനിയനാണ് ഇതിലെ ഹീറോ വിക്രം. അതൊക്കെ ഒന്നും പറയണ്ട, അതൊന്നും പറയണ്ട. കഥ ഒന്നും ചോദിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ സീരിയലിലേക്ക് വരാണ്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? നമ്മുടെ ഒരു മനസ്സിലൊരു എക്സൈറ്റ്മെന്റ്, സന്തോഷം ഒക്കെ ഉണ്ടാവല്ലോ. അതൊക്കെ വളരെ രസകരമായിട്ട്, കാരണം ഇപ്പൊ കുറച്ച് ഷെഡ്യൂളുകളെ ആയുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത് അത് അലങ്കാരികമായി പറയുന്നതല്ല, ശരിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത്. എല്ലാവരും പെട്ടെന്ന് എല്ലായി. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ലൊക്കേഷനിലേക്ക് വരുന്നതിന് വളരെ സന്തോഷമാണ്. ഞങ്ങളങ്ങനെ അടിച്ചു പൊളിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വി ആർ ഓൺ ദ സ്റ്റാർട്ട്. ഇപ്പം മുതൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഓണായി ഇരിക്കുകയാണ്. ഞങ്ങളുടെ സീരിയൽ
പുതുതായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അല്ലേ? തീർച്ചയായും ചോദിക്കുക സപ്പോർട്ട് തരും. ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത കഥാപാത്രത്തെ പരിചയപ്പെടാൻ പോകുക. ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതെയാണ് ഞാൻ പോയി ആളെ വിളിക്കാൻ പോകുന്നത്. പുള്ളിക്കാരെ ഭയങ്കര ബിസിയാണ് എപ്പോഴും. എക്സ്ക്യൂസ് മീ. അപ്പൊ മനസ്സിലായില്ലേ, ഭയങ്കര ബിസിയാണ്. ഡ്രസ് ചെയ്തിട്ടാണല്ലോ ഇറങ്ങുന്നത്. ഡെയിലി ഒരു 3 ഡ്രസ്സ് 4 ഡ്രസ്സ് മാറും. എന്നിട്ട് ഇത് നമ്മുടെ അടുത്ത ആളാണ്. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും അപ്പത്തൊന്ന് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാന്ന് വിചാരിച്ചു. നമസ്കാരം. ചേച്ചിയുടെ 2ാമത്തെ മകനായിട്ട് അഭിനയിക്കുന്ന ആളാണ്. എന്നെക്കാളും പ്രായത്തിന് മൂത്ത ആൾക്കാരൊക്കെ എന്റെ മക്കളായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെയൊക്കെ അങ്ങനെ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ സീരിയലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ അമ്മയും മക്കളെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ആക്ച്വലി ചെയ്യണം. ഇവരെല്ലാവരെയും ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ പരിചയപ്പെടുന്നത്. പക്ഷെ വന്ന് 1-2 ദിവസത്തിനുള്ളിൽ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായി. ഞങ്ങളിപ്പോ കുറച്ച് മുമ്പ് സന്തോഷം പറഞ്ഞ പോലെ ഞങ്ങളൊരു കുടുംബം പോലെ ഇപ്പൊ തന്നെ അങ്ങനെ ആയി. അപ്പൊ ഞങ്ങൾ ഒരുപാട് നാളുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാനുണ്ടല്ലേ നമുക്ക്. അടിച്ചു പൊളിക്കാം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട്. നമുക്ക് നമ്മുടെ ഹീറോനെ പരിചയപ്പെടാനുള്ള സമയമായി. അതായത് എൻ്റെ ഏറ്റവും ഇളയ മകൻ, തെമ്മാടിയായ ഒരു മകനാണ് കേട്ടോ. അപ്പൊ ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര തെമ്മാടിയാണെന്ന്. എന്തായാലും നമുക്ക് ഓവർ ടു വിക്രം. മനസ്സിലായില്ലേ? കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ തെമ്മാടിയാണെന്നുള്ളത്? മുഖത്താ തെമ്മാടി ലുക്ക്. അപ്പോഴാണ് കറക്റ്റ്. സോ നമ്മുടെ സീരിയല് പവിത്രം വരാൻ പോവാണ്. അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും എന്താവും എന്നുള്ള ഒരു ടെൻഷനുണ്ട്. ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് നമ്മുടെ ഓഡിയൻസ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ 1-2 പ്രൊമോ വന്നപ്പോൾ തന്നെ ഓഡിയൻസ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു. സീരിയല് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു. അതെ അതെ അതെ, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ലല്ല, നസ്സലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കൂടെ ഒരുപാട് സീൻസ് നമ്മൾ ഒന്നിച്ച് ചെയ്തല്ലോ. അപ്പൊ തന്നെ മനസ്സിലായി നല്ലൊരു ടാലന്റ് ഉള്ള കലാകാരൻ. നാടകത്തിൽ നിന്നാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഒറിജിനൽ നെയിം? ഞാൻ ശരിക്കും ശ്രീകാന്ത് എന്നാണ് ശരിക്കുള്ള പേര്. തിയേറ്റർ ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട്. തിയേറ്റർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയാണ് പഠിച്ചത്. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമല്ലോ. ഇല്ല, എനിക്ക് ഇതാണ് ഇപ്പൊ സ്കൂള് ഞങ്ങളുടെ. തിയേറ്ററിന് വന്ന് നമ്മുടെ സീരിയലിലേക്കൊക്കെ വരുമ്പോ ഒരുപാട് അതെങ്ങനെയാ തിയേറ്ററിൽ നമുക്ക് കുറെ സ്പേസ് ഉണ്ടല്ലോ. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്രയും സ്പേസ് ഇല്ല. ചിലപ്പോൾ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്നിട്ട് അഭിനയിക്കേണ്ടി വരും. അപ്പോൾ അത് ചില സമയത്ത് അത് നമുക്ക് പറ്റൂല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ ഇവരെന്നല്ല നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുന്നത് സ്ക്രീൻ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് അല്ല. നമുക്ക് നല്ലൊരു ഡയറക്ടർ, പിന്നെ ഗിരീഷ് സാറിന്റെ സപ്പോർട്ട്, ടീം ഒരു രക്ഷയില്ല. അത് സാധാരണ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വരിക. പക്ഷെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തൊട്ട് തന്നെ നമുക്ക് ആ ഒരു കംഫർട്ട് സോണാണ്. ഒരു ഫാമിലി പോലെയാണ്. സോ എല്ലാവരും എൻജോയ് ചെയ്താണ് അഭിനയിക്കുന്നത്. ഒരു വർക്ക് ചെയ്യാന്നുള്ള ഒരു സ്ട്രെസ് ഇല്ലാതെ ഭയങ്കര ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഈ ജേർണി ആരംഭിക്കുകയാണ്. പിന്നെ ഈ സ്ഥലവും ഭയങ്കര അടിപൊളി ലൊക്കേഷൻ അല്ലേ? അത് ഞാൻ ഇവർക്ക് ആദ്യം തന്നെ പറഞ്ഞു. നമ്മുടെ ഒരു തറവാട്, കുഞ്ഞൊരു ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഒരു സമാധാനമുള്ള സ്ഥലമാണ്. പവിത്രമാണ്. അപ്പൊ നമ്മുടെ പേര് പോലെ തന്നെ പവിത്രമായ ഒരു സീരിയലുമായിട്ടാണ് ഞങ്ങൾ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാരും കാണാൻ പറ്റുന്നത് ഡിസംബർ 16-ാം തീയതി രാത്രി 9 മണിക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എന്നെ 2 മരുമക്കളെ കാണണ്ടേ? വരും. എന്താ മരുമക്കളെ അവിടെ പണി? ജോലിയൊന്നും ഇല്ലേ അടുക്കളയിൽ? എല്ലാ പണി എന്തൊക്കെ ഉണ്ടാക്കി? ചുമ്മാ എല്ലാം ഞാൻ കൃത്യമായിട്ട് അതിൽ ഏറ്റവും വലിയ കുറുമ്പിയാണതായിരിക്കുന്നത്. അയ്യോ, ഒരു പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് എന്റെ മരുമകൾ, ഫസ്റ്റ് മരുമകള്, മൂത്ത മരുമകളാണ് ശ്രീജ. ശരിക്കുള്ള പേര് ശിവകാമി കൈമൽ. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഞങ്ങൾ പറയുള്ളൂ, ശിവകാമി കൈമൽ. നെക്സ്റ്റ് അടുത്ത ആള്, 2ാമത്തെ മരുമകൾ അനുലക്ഷ്മി. അനുലക്ഷ്മിനെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടല്ലോ അല്ലെ? അനുവിന്റെ 2 ഭാവനയിലുണ്ടായിരുന്നു. പിന്നെ ഒരു ചിരിയിലുണ്ടായിരുന്നു. 7 ബമ്പർ അടിച്ച ആളാണോ? ഈ കാശൊക്കെ എന്ത് ചെയ്തു? എങ്ങനെയൊക്കെയോ
ഞാൻ വീട്ടിൽ കൊടുക്കും. ഞാനൊന്നും ദൂർത്തുപയോഗം എനിക്കില്ല. അല്ല ശ്രീജയുടെ അല്ല ശിവകാമിയുടെ ഫസ്റ്റ് സീരിയലാണ്. അപ്പം അങ്ങനെ പക്ഷെ പുതുമുഖം എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല. വെരി കൂളാണ്. നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സീരിയൽ വരാൻ പോവാണ് 16 ഡിസംബർ 16 ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് തോന്നുന്നു? സന്തോഷം. സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഏഷ്യാനെറ്റ് എന്റെ കൂടെ അഭിനയിച്ചപ്പോ അതെ, അത് വർഷങ്ങൾക്ക് ശേഷമുള്ള ചേച്ചിയുടെ ഒരു തിരിച്ചുവരവ്. സ്ക്രീനിലൊക്കെ മാത്രം കണ്ട് പരിചയമുള്ള ഒരാള്, പക്ഷെ ഇത്രയും ഫ്രണ്ട്ലി ആണെന്നുള്ളത് അതെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ അടുത്തത് ഇതാണ് എന്റെ രണ്ട് മരുമക്കളെ പരിചയപ്പെട്ടല്ലോ. വീട്ടുകാരെ പരിചയപ്പെടാൻ നമ്മുടെ വീട്ടുകാരെല്ലാവരും ഇനി പുറത്തുനിന്ന് ഒരാളും കൂടെ ഉണ്ട്. ആളെ കൂടെ പരിചയപ്പെടാം. ഹായ്, ഞാൻ രാധ. ഇത് കമലമ്മ. അമ്മയ്ക്ക് ഇതിനകത്ത് കുറച്ച് സ്നേഹം കുറവാണ്. ഇവിടുത്തെ വേദനയോടാണ് സ്നേഹം. ഇതെനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. നിങ്ങളെന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അതെങ്ങനെയാ ഇന്നിപ്പ് കണ്ടാൽ അറിഞ്ഞൂടെ ഭയങ്കര കുറുമ്പിയാണെന്നുള്ളത്? പിന്നെ എങ്ങനെ കുറുമ്പി? ഞാൻ എന്ത് കുറുമ്പ് ചെയ്തു? കുറുമ്പ് എന്ന് പറയുന്നത് സ്നേഹത്തോടു കൂടി കുസൃതിക്കാണ് കുറുമ്പി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മഹാവൃത്തികെട്ടവള് അങ്ങനെയൊക്കെയല്ല പറയേണ്ടത്. സ്നേഹം കൊണ്ടുള്ള കുറുമ്പ്, ചെറിയ 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 കുറുമ്പ്. അത് എന്തുകൊണ്ടാണ് സ്നേഹം പോയത്, അല്ല സ്നേഹം കുറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ സീരിയൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു. നമ്മുടെ പുറത്തുനിന്ന് ഒരാൾ കൂടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ആളാണ് ഇത്. നമ്മുടെ സീരിയലിൽ നല്ലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അപ്പൊ ബാക്കി കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ സീരിയലിൽ വരുമ്പോൾ നിങ്ങൾ 9 മണിക്ക് കണ്ട് മനസ്സിലാക്കാം. ഡിസംബർ 16 മുതൽ രാത്രി 9 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റ്. ബൈ. നമ്മുടെ സീരിയലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരെ പരിചയപ്പെടുത്താൻ പോവാണ് കേട്ടോ. രണ്ടുപേരും ഭയങ്കര നിർബന്ധിച്ചാണ് ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് ഓക്കെ എന്ന് പറയിപ്പിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ അവിടെ ആരൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോഴേ കിട്ടുള്ളൂ ഇവരെയൊക്കെ. ഇത് നമ്മുടെ ഡയറക്ടർ അതുപോലെ ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ട് നമ്പറൊക്കെ. ശാന്തി റഹ്മാൻ. ഇവർ രണ്ടുപേരും നമ്മുടെ ഇമ്പോർട്ടന്റ് ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വർണ്ണം പോലെ ഫ്രീ ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന 2 ആൾക്കാരാണ് കേട്ടോ. ഇവർ തമ്മിൽ പിന്നെ ഭയങ്കര ഒരു കോംബോ ആണ്. ആ സമയത്ത് ഭയങ്കര ഒട്ടിയും കിട്ടും. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവർ രണ്ടുപേരും ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഭയങ്കര കോംബോ ആണ് രണ്ടുപേരുടെ. അതാണല്ലോ നമ്മുടെ സീരിയൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിക്കാൻ സമയത്തില്ല. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും തരിക പോലെ എല്ലാവരും കാണും. അതെ, നിങ്ങളൊക്കെ കണ്ടാലും നമ്മള് അടിപൊളി ഉറപ്പായിട്ടും. ഇത് ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ സനീഷ്, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അർജുനും എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ടൈമാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഹീറോയിൻ്റെ ഹൗസ് കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് പ്രൊഡക്ഷനിൽ സന്തോഷ്, പിന്നെ ബാക്കി എല്ലാവരും ഇപ്പം ലഞ്ച് ടൈം ആയതുകൊണ്ട് വിശ്രമിക്കുകയാണ്. ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ കണ്ണൻ്റെ അസിസ്റ്റൻറ്റും എല്ലാവരും ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ എത്തി അർജുൻ. ഷോർട്ട് റെഡിയാണെന്ന്, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇതൊരു ആർട്ടിലെ കുട്ടിയാണ്. അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇത് പ്രൊഡക്ഷൻ കൺട്രോളർ അബി, ഇത് കാഷ്യർ ലാൽ. ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ഇനി നമ്മുടെ സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആക്കുന്ന മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂമർ, അവരുടെ ഒരു കേന്ദ്രമാണ് കേട്ടോ ഇവിടെ. അവിടെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ മേക്കപ്പ് മാൻ ആണ്. പേരും ഒക്കെ പറഞ്ഞു. അയ്യോ, ഭയങ്കര വിഷമാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഉത്സാഹം, അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഭയങ്കര വിഷമാണ്. വേറെ ഒന്നും പറയാനില്ലേ? വേറെ ഒന്നും പറയാം. രാവിലെ വരിക, മേക്കപ്പ് ചെയ്യുക, എല്ലാവരും സുന്ദരന്മാരൊക്കെ ആക്കി വിടുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഇതാണല്ലോ ജോലി. എന്റെ പൊന്നെ, ഒന്നും പറയണില്ല. ശരി, പോട്ടെ. അത് സംസാരിക്കില്ലേ? ഇവിടെ 2 ആൾക്കാര്. ഇത് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് രേഷ്മ. രേഷ്മയ്ക്കൊന്നും പറയണില്ലേ? എന്റെ ഈ മുടിയൊക്കെ കെട്ടിത്തന്ന രേഷ്മയില്ലേ? ഓക്കെ. നമ്മുടെ സീരിയലിന്റെ കോസ്റ്റ്യൂം കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് അറിയണ്ടേ?
ഇതാണ് തമ്പി. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതല്ല. ഞാൻ ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്, അത് കാരണം നല്ല പരിചയമുള്ള ഒരാളാണ്. സോനുവിന്റെ ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്ത് സീരിയൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, മാംഗല്യം തമ്പുരാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പേര് കേട്ട് കേട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലൊരു ക്രൂവാണ്. ഇതിലുള്ള ആർട്ടിസ്റ്റുകളും ബാക്കി ടെക്നിക്കൽ സൈഡിലും പ്രൊഡ്യൂസർ സൈഡിലും എല്ലാം നല്ല രീതിയിലാണ് ഈ ഒരു സീരിയൽ. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വരുന്നതിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സീരിയലായിരിക്കും നമ്മുടെ ഈ സീരിയൽ. പക്ഷേ ഇതിൽ ഭയങ്കര രസമുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ ആദ്യം തുടക്കം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സീരിയലിനെ കുറിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. എന്ന് പറഞ്ഞിട്ട് അത്രയാണ് ഇപ്പൊ ഈ അമ്മയുടെ കൂടെ പോകുന്നുണ്ടാവും. രണ്ടാമത് വേല കഴിഞ്ഞ ഡയലോഗ് വേലാക്കും ഇവരെ പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അധികം അത് നിങ്ങൾ ക്ലിയർ അല്ലേ? ആക്ഷൻ നോക്കി അവിടെ മുന്നോട്ട് പോയി. ഇവിടെ ഞങ്ങളുടെ ഷൂട്ടിംഗ് എല്ലാം ഭയങ്കര ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു പായസ സീനാണ് പെട്ടിട്ട് പായസമൊക്കെ ഇവിടുത്തെ അടിപൊളി പായസം ഒറിജിനൽ പായസമാണ്, കലക്കിയതൊന്നുമല്ല, കളവ് കലക്കിയതൊന്നുമല്ല. നല്ല നാച്ചുറലി ഒറിജിനലി അല്ല. എന്തുവാ ഇവിടെ കഥാപാത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. എല്ലാരും അവരവരുടെ കഥാപാത്രം. രാധ, ഇത് നന്ദിനി, പേര് പറയേ, ഇത് ശ്രീജ, എന്റെ പേര് കമല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ കമല. ഇനിയിപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരെ കൂടെ കാണാം. ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ മിസ്റ്റർ സുനിൽ ആൻഡ് ദിസ് ഇസ് ക്യാമറമാൻ. മര്യാദയല്ലോ അത് അത് നിൽക്കിട്ട് ശരി എന്നുള്ള അവസ്ഥയിൽ പറഞ്ഞു. റെഡി ആക്ഷൻ. അയ്യോ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മുടെ നായികക്കുട്ടിയെ നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്, വേദയാണ് നമ്മുടെ സീരിയലിലെ ഹീറോയിൻ. അപ്പോൾ ആ ക്യാരക്ടർ ആരാ പ്ലേ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പം നമുക്ക് ഈ വാതിൽ നിന്ന് തട്ടി അകത്തോട്ട് കയറാം. ഇതാണ് ഞങ്ങളുടെ വേദക്കുട്ടി. സുന്ദരിയല്ലേ? നമ്മുടെ മലയാള സീരിയൽ ഫസ്റ്റ് ടൈമാണ് സുരഭി സീരിയൽ അഭിനയിക്കുന്നത്. ആൻഡ് ഷീസ് കമ്മിങ് ഓൾ ദി വേ ഫ്രം മുംബൈ. അപ്പൊ സുരഭിയുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഒന്ന് പറയൂ. എക്സ്പീരിയൻസ്, ഫസ്റ്റ് സീരിയൽ ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെ. അതെ, മാഡത്തിന് പിന്നെ എക്സ്പീരിയൻസ് ആണ്. എനിക്കിത് ഇപ്പോൾ ശീലമായി തുടങ്ങിയേ ഉള്ളൂ. അല്ല, സിനിമയൊന്നും ഇങ്ങനെ വന്നപ്പോൾ വ്യത്യാസം വല്ലതുണ്ടോ? വ്യത്യാസം അഭിനയമൊക്കെ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഭയങ്കര നാച്ചുറൽ അഭിനയമാണ്. ആൻഡ് എൻ്റെ ഒരു ഇൻസ്പിറേഷനുമാണ്. പിന്നെ ഇവിടെ കോംപ്ലിമെന്റ്സ് ആണല്ലോ ഇവിടെ. പിന്നെ
ഷൂട്ടിംഗ് ഷെഡ്യൂളാണ് സീരിയലിലെ ഭയങ്കര എന്താ പറയാ ഹെക്ടിക്കായിട്ട് നമുക്ക് തോന്നുന്നത്. സിനിമ എങ്ങനെയൊക്കെ പറഞ്ഞാലും അങ്ങനെ ഇല്ല അല്ലേ? ഒരു 3 മണിക്കൂറിന്റെ സിനിമ 40 ദിവസം കൊണ്ടാണ് എടുക്കുന്നത്. അപ്പം പതുക്കെ പോകുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ എന്ന് വെച്ചാൽ പെട്ടെന്നാണ് നമ്മൾക്ക്. അപ്പം അഭിനയമായാലും ഡയലോഗ്സ് ഒക്കെ ആയാലും പെട്ടെന്ന് റെഡി ആയിട്ട് നിൽക്കണം. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിൽ ഷീസ് എ വെരി വെരി ഗുഡ് ആർട്ടിസ്റ്റ്, ഈസ് ഡൂയിങ് സോ വെൽ. അതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പം അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പവിത്രം കാണണം. ഓക്കെ, താങ്ക് യു, ബൈ. ആക്ഷൻ. അമ്മ മാറി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങൾ. മറക്കാതെ കാണുക പവിത്രം നമ്മുടെ ഏഷ്യാനെറ്റ്.